ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളെ, ഞാൻ എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഒരു കാര്യം പറയുകയാണ്. മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായിട്ട് ഒരു കൊല്ലം മുമ്പ് നിയമിതനായ ഒരു കണ്ണൂർക്കാരനുണ്ട് എറണാകുളത്ത്. അദ്ദേഹം ക്രിമിനൽ പശ്ചാത്തലത്തിലാണ് എറണാകുളത്തേക്ക് എഴുന്നള്ളിയിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള കെൽപ്പ് മെത്രാന്മാർക്കില്ല എങ്കിൽ വിശ്വാസികൾ അതിനെ നേരിടുക തന്നെ ചെയ്യും. ഇന്നേക്ക് 71 ദിവസമായി ബസിലിക്ക ദേവാലയത്തിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന വിശ്വാസികളെ പീഡിപ്പിക്കുക, അവർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുക, അതുപോലെ തന്നെ എറണാകുളത്തുള്ള മറ്റു വിശ്വാസികൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുക, അങ്ങനെയുള്ള ചെയ്തികളാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ണൂർക്കാരൻ ഒരു 6 മാസം മുമ്പ് എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, അദ്ദേഹത്തിനെതിരെ കണ്ണൂര് 76 ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്ന്. ഒരു മെത്രാപ്പോലീത്തയ്ക്കെതിരെ 76 ക്രിമിനൽ കേസുകളുള്ള ആളെയാണോ നിങ്ങൾ എറണാകുളത്തേക്ക് നിയമിച്ചിരിക്കുന്നത്? അതുകൊണ്ട് മെത്രാന്മാരെ എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ എറണാകുളത്ത് നിന്ന് പാക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാനത്ത് വന്ന് ശക്തമായ പോരാട്ടം നടത്തുമെന്നുള്ള കാര്യം മേജർ ആർച്ച് ബിഷപ്പിനെ അറിയിക്കുകയാണ്. മറ്റുള്ള മെത്രാന്മാരെ അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ അരമനകളിലും ഞങ്ങൾ എത്തും. ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഇവിടെ മാറ്റുക. അതിന് വിശ്വാസികൾ എല്ലാവരും വിശ്വാസത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. റോമയിലെ പരിശുദ്ധ പിതാവ് നമ്മൾക്ക് അനുവദിച്ചു തന്ന ഏകീകൃത വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വിശ്വാസികളാണ് ഇവിടെ ഉള്ളത്. ഈ വിശ്വാസികളെ ഇദ്ദേഹം അപായപ്പെടുത്തുവാൻ നോക്കുന്നു എങ്കിൽ അതിന് വിശ്വാസികൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിലനിൽക്കും. എത്രയും പെട്ടെന്ന് പെർമനന്റ് സിനഡ് ഇന്നേക്ക് തന്നെ കൂടി ഇദ്ദേഹത്തെ എറണാകുളത്തിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ പെർമനന്റ് സിനഡ് അംഗങ്ങളെങ്കിലും തയ്യാറാകണമെന്ന് ഏവരെയും അറിയിച്ചു കൊള്ളുകയാണ്.